1842 ഏപ്രിൽ 2 ഇറ്റലി എന്ന ദേശത്ത് ഒരു ദൈവഭക്തനായ ബാലൻ ജനിച്ചു. അവൻ്റെ പേര് ഡൊമിനിക് സാവിയോ എന്നായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അവൻ്റെ ഹൃദയം ദൈവസ്നേഹത്തോടെ നിറഞ്ഞതായിരുന്നു. അവൻ എപ്പോഴും പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, നല്ല പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് അവൻ തൻ്റെ ആത്മീയ ഗുരുവായ ഡോൺ ബോസ്കോയുടെ കീഴിൽ പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ തൻ്റെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യം പ്രാപിച്ചു. താൻ ഒരു വിശുദ്ധനാകണമെന്നും. അവൻ സുഹൃത്തുക്കളെ സ്നേഹിച്ചു, തെറ്റുകൾ ചെയ്യുന്നവരെ സ്നേഹത്തോടെ തിരുത്തി, വഴക്കിടുന്ന കുട്ടികളെ സമാധാനിപ്പിച്ചു. ഒരു ദിവസം 2 കുട്ടികൾ തമ്മിൽ കടുത്ത വഴക്കുണ്ടായി. അവർ കല്ലെറിഞ്ഞ് തമ്മിൽ അടിക്കാൻ പോകുമ്പോൾ ഡൊമിനിക് അവരുടെ നടുവിൽ നിന്നു, ആദ്യം എന്നെ അടിക്കൂ, പിന്നെ തമ്മിലടിക്കും. അവൻ്റെ ഈ സ്നേഹവും ധൈര്യവും കണ്ടു അവർ ശാന്തരായി. ഇത് അവൻ്റെ ആദ്യത്തെ ചെറിയ അത്ഭുതം പോലെയായിരുന്നു, ഹൃദയങ്ങളെ മാറ്റുന്ന അത്ഭുതം. മറ്റൊരു സമയം ഡൊമിനിക് തൻ്റെ അമ്മയുടെ രോഗം ഗുരുതരമാണെന്ന് അറിഞ്ഞു. അവൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അത്ഭുതമായി അമ്മ സുഖം പ്രാപിച്ചു. അവൻ്റെ ജീവിതം ചെറുതായിരുന്നു, എന്നാൽ അതിൽ നിറഞ്ഞിരുന്നത് ദൈവസ്നേഹവും വിശുദ്ധിയുമായിരുന്നു. അവസാനം 1857 മാർച്ച് 9 വെറും 14 വയസ്സിൽ അവൻ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. പിന്നീട് 1954 ജൂൺ 12 സഭ അവനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി.